കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നടന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്ന് ഗുരുവായൂരപ്പന്റെ കളഭാലങ്കാരം നല്ല കൗതുകണ്ട്. ചെറിയൊരു ഉണ്ണി, മിടുമിടുക്കനായിട്ടൊരു ഉണ്ണീനെ ചാർത്തി. നല്ല കൗതുകണ്ട് കാണാം, സന്തോഷാവും കണ്ടാല്. ആ കുഞ്ഞിക്കാലുമേൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുമ്പ അതിനോട് പറ്റി ഇങ്ങനെ കിടക്കേണ്ടത് നല്ല കുഞ്ഞി കുമ്പ. ആ കുഞ്ഞിക്കുമ്പേൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കണ കാണാൻ തന്നെ നല്ല കൗതുകം, നല്ല സന്തോഷം. അത്ര രസമായിട്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, ഒരു കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുരുള, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴൽ. നല്ല സന്തോഷമായിട്ടാണ് ഉണ്ണി കണ്ടാൽ നിപ്പന്നെ. നല്ല കൗതുക കാണാൻ. മിടുക്കനായിട്ട് ചെറിയൊരു ഉണ്ണി, ഒരു 1.5 വയസ്സായിട്ടുണ്ടാവും. അത്രയും ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. വെണ്ണുരുളയും ഓടക്കുഴലും പിടിച്ച് നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. മിടുക്കനൊരു ഉണ്ണി. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോട് കൂടിയിട്ട് കണ്ടാൽ തന്നെ ആ ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷവും. അത്ര രസമായിട്ട് പൊന്നങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നങ്കിരീടത്തിന് കൂടെ തെച്ചിയും തുളസിയായിട്ട് തിരുമുടിമാല, വെളുത്ത പൂവും തുളസിയായിട്ട് തിരുമുടിമാല. കഴുത്തിന് നല്ല ഭംഗിയുടെ 2 ഉണ്ടമാലകൾ. ഒന്ന് വെള്ളത്താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, മറ്റത് തെച്ചി, തുളസി, വെളുത്ത പൂവ് ഇങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. 2 ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്, 2 തിരുമുടിമാലകളും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകം. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ടല്ലോ. താമരയും തുളസിയായിട്ട് 2 എണ്ണം, തെച്ചിയും തുളസിയായിട്ട് 2 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂകൊണ്ട് ഒരു 4 എണ്ണം. 5-8 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നല്ല ഒതുങ്ങി, ഞാൻ വികൃതി കാണിക്കുന്നില്ല യശോദാമ്മ എന്നുള്ള ഭാവത്തിൽ ഒതുങ്ങി നിൽക്കണം. ആ വെണ്ണൂറിലെയും മോടക്കോട് കിട്ടി നല്ല സന്തോഷത്തോടു കൂടി മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. നല്ല കൗതുക കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നനഞ്ഞ കണ്ണിൽ പല ജാതി ഭാവം, മലിഞ്ഞ നെഞ്ചിൽ പരമാനുരാഗം, കുഴഞ്ഞ മെയ്യിൽ പുളകാങ്കുരങ്ങൾ, കനിഞ്ഞിതെല്ലാം ഭഗവാൻ തരേണം. മരിക്കുവാൻ ഞാൻ മുതിരുമ്പോഴേക്കു അരയ്ക്കു മഞ്ഞ തിരുവാട ചാർത്തി, കരത്തിലോടക്കുഴലേന്തിയും കൊണ്ടൊരുണ്ണിയുണ്ടോടി വരുന്നു മുന്നിൽ. ഗുരുവായൂരപ്പ നമ്മുടെ പൊന്നുണ്ണി കണ്ണനാണ് ഓടി വരുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ കാൽച്ചലമ്പ് ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തന്നെ നല്ല കൗതുകം. അരയിലെ മുത്തരഞ്ഞാണ് ചേന കിലിങ്ങിയും കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പൊന്നുണ്ണി കണ്ണൻ ഓടി വരട്ടെ നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അല്ലേ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണകൾ നമസ്കരിക്കുക, 2 തൃപ്പാദം മുറുകെ പിടിക്കുക. എന്നിട്ട് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി നോക്കി നമ്മളെ മയക്കണ പുഞ്ചിരിയാണ്. ഭക്തന്മാരുടെ മനസ്സിങ്ങനെ അലിയും. അങ്ങനത്തെ ഒരു പുഞ്ചിരിയാണ് പൊന്നുണ്ണി കണ്ടത്. ആ പുഞ്ചിരി കണ്ടുകൊണ്ട് നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ജപിക്കല്ലേ നാമം, നമുക്ക് അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.